കർത്തനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഞാൻ ഓപ്പളിൻ്റെ ഇളയ മകളെയാണ് പെങ്ങളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഏകദേശം 51 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്ന് മുതൽ ഇന്നയോളം എനിക്ക് ഈ ഭവനത്തോട് പ്രിയപ്പെട്ടവരോട് വളരെയധികം സ്നേഹവും കടപ്പാടും തോന്നിയിട്ടുള്ള അനേക കാര്യങ്ങൾ ഉണ്ട്. എല്ലാ കാലത്തും ഒരു ഉപദേശിയായിരുന്നു എനിക്ക്. എന്തൊരു ചെറിയ കാര്യം കണ്ടാലും ഉടനെ തന്നെ അത് പറയും, ആയാൽ പറ്റില്ല, അതിങ്ങനെ വേണം, അതങ്ങനെ വേണം എന്നിങ്ങനെ പറയും. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് താൻ ഒരു ഒറ്റയാൻ പട്ടാളം ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒറ്റയാൻ പട്ടാളത്തിന് അത്ര വലിയ സ്ഥാനമൊന്നും ഇന്ന് ലോകത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒറ്റയാൻ പട്ടാളമായിട്ടൊന്നും പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാനതിന് 1-2 ഉദാഹരണങ്ങളും കൂടി പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, യോഹന്നാൻ സ്നാപകൻ ഒറ്റയാൻ പട്ടാളമായിട്ട് പലതും ചെയ്തു. താൻ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. രാജാവിനോട് നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസാനം എന്തുണ്ടായി? അവന്റെ തല പോയി. അതാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ പലർക്കും പറ്റും. ഇന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നു, ഇനിയും പറ്റും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കഴിഞ്ഞ ഏകദേശം 1 മാസം മുൻപ് ഞാനിവിടെ വന്നപ്പോൾ കാറിന് എന്നോട് ഓടിക്കരുത്, നിനക്ക് ഇനി കാർ ഓടിക്കണ്ട, അതിനൊരു ഡ്രൈവറെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓടിക്കാൻ പറ്റുന്നിടത്തോളം അങ്ങനെ ഓടിച്ചോളാം, അപ്പൊ രാത്രി ഒന്നും അധികം ഓടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും വേണ്ട, ഇനി നീ കാർ ഓടിക്കണ്ട, മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, എത്ര നിസ്സാര കാര്യങ്ങൾക്ക് പോലും താൻ അത് കയറിയേൽക്കുക എന്ന് പറയില്ലേ എന്ന പോലെ പറയുമായിരുന്നു. എനിക്ക് അത് ചിലപ്പോഴൊക്കെങ്കിലും അല്പം കിളിർപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ എതിരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കത് ഹൃദ്യമായിട്ട് തോന്നിയിരുന്നു. നല്ലൊരു ഉപദേഷ്ടാവായിട്ട്, ഒരു നല്ല ഫാദർ എന്ന നിലയിൽ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ തന്നെയും ഞാൻ വളരെയധികം മാനിച്ചിരുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ ഞങ്ങളുടെ തമ്മിലുള്ള പരിചയത്തെ സംബന്ധിച്ച് പറയുകയാണ്. ആത്മീയമായിട്ട് മാത്രമല്ല, ഭൗമികമായിട്ടും താൻ വളരെ പേർക്ക് അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അത് സഹോദരനാണോ ഉപദേശിയാണോ എന്നൊന്നും നോക്കാതെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വാസ്തവത്തിൽ വേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കടപ്പാട് ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവനെ നീ ചെയ്തിടത്തോളം ഒക്കെ അല്ല എനിക്ക് ചെയ്തു എന്ന് ഞാൻ പറയും എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ പലരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പലരും പലർക്കും കൊടുക്കാതെ, കൊടുക്കണ്ടാത്തവർക്ക് ചിലർക്ക് മാത്രം കൊടുക്കുന്ന ചിലരുണ്ട്. മറ്റു ചിലര് വേറെ ചില പർട്ടിക്കുലർ സ്ഥാനത്തിരിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാതെ കർത്താവിന് വേണ്ടി എന്ന നിലയിൽ നാം ആർക്ക് എന്ത് കൊടുത്താലും, ഇപ്പോ നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു എന്ന് പറയുന്നത് പോലെ അറിയുന്നവരായിട്ട് നാം ഇരിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഞാൻ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 4-ാം തീയതി അവിടെ അങ്കമാലിലൊക്കെ വന്നു. അപ്പൊ അതിന് മുൻപത്തെ ആഴ്ച ഞങ്ങളോട് വന്നിരുന്നപ്പോൾ പറഞ്ഞു, റോഡ് പണിയൊക്കെ തീർന്നു, ഇപ്പൊ അങ്കമാലി വരെ വരാനായിട്ട് 30 മിനിറ്റ് മതി. മുമ്പ് 2 മണിക്കൂറൊക്കെ എടുത്തിരുന്നു, ഇപ്പോൾ 30 മിനിറ്റ് മതി. ഒരു ദിവസം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഫ്ലൈ ഓവർ ഉണ്ട്, അതിന്റെ മുകളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ട് അതൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് യാത്ര ചെയ്യാതിരിക്കുകയായിരുന്നു. ശരി, ഞാൻ വരണ്ട് എന്ന് പറഞ്ഞു. വന്നു, എല്ലാവരെയും പോയി കണ്ടു. വാടകത്തും അതുപോലുള്ള സ്ഥലങ്ങളിലും കീഴത്തും അങ്കമാലിയിലും അങ്ങനെ എല്ലായിടത്തും ചുറ്റി കറങ്ങി എല്ലാം കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോയി. അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ അനേക കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ അതൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഒരു യാത്ര ദീർഘമായിട്ട് നടത്തി. അന്ന് അത്രയും ദീർഘയാത്ര നടത്താനുള്ള സൗഖ്യം എനിക്കില്ല. ഇവിടെ വന്നു, ഏതാനും ദിവസം കഴിഞ്ഞ് 10-ാം തീയതി ആസ്പത്രിയിലായി. 10-ാം തീയതി ആസ്പത്രിയിലായതിനു ശേഷം ഇന്നലെ വരെ 6-ാം തീയതി വരെ 3 ആഴ്ചകൾ മാത്രം യോഗത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപൊക്കെ കൃത്യമായിട്ട് യോഗത്തിന് പോകുമായിരുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട വില
ശരിയായിട്ട് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ താൻ വളരെ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം മക്കളൊക്കെ ആത്മീയമായും ഭൗമികമായും നല്ല നിലവാരങ്ങളിൽ നിലനിൽക്കണം എന്ന് കരുതി അവർക്ക് വേണ്ടി വളരെയധികം വാദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ബുദ്ധിമുപദേശിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള ഒരു അനുഭവം, തൻ്റെ 4 ആൺമക്കളും പെൺമക്കളും ഉള്ളതിൽ ആരെങ്കിലും തനിക്ക് എതിരായിട്ടൊരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മറ്റ് അനേക വീടുകളിൽ എനിക്ക് പരിചയമുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഇങ്ങനെ പറയും. എന്നാൽ ഇവിടെ ഞാനത് കണ്ടിട്ടില്ല. ഓരോ മക്കളെങ്കിലും അപ്പനെതിരായിട്ടൊരു വാക്കും പറയില്ല. അപ്പൻ അങ്ങനെ പറഞ്ഞോ ശരി എന്ന് പറയുള്ളൂ. അങ്ങനെ വളരെ അനുസരണത്തിൽ മക്കൾ വളർന്നു വരുവാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആസ്പത്രിയിലായിരുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു വലിയൊരു പ്രതീക്ഷ കാണുന്നില്ല. ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ ആസ്പത്രിയിലായിരുന്നപ്പോൾ ഡോക്ടേഴ്സ് ചിലർ പറഞ്ഞ വാക്ക്, ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും 2-3 ദിവസം ഇങ്ങനെ ഈ നിലയിൽ പോകും എന്നാ തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ 7 മണിയായി. അപ്പോൾ ചോദിച്ചു, ഇന്നോ നാളെയോ എന്തെങ്കിലും അങ്ങനെ ഒരു വൈഷമ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ റോയ് ഉൾപ്പെടെ എന്നോട് പറഞ്ഞത്, ഇല്ല, അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല, നോർമലാണ്, ഇപ്പോഴത്തെ നിലയിൽ പൾസ് നോർമലാണ്, ഹൃദയമിടിപ്പൊക്കെ ശരിയാണ്, മറ്റു കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, എന്നാൽ ആരോഗ്യക്കുറവിൻ്റെതായ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുകൊണ്ട് ചില ദിവസങ്ങൾ അങ്ങനെ ഒരു നോർമലായിട്ട് പോകും, ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്തൊന്നും വരും എന്ന് പറയും. അപ്പോൾ എന്നാൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കയറി അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ വന്നു, അളിയൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു. ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു വന്നു. എന്നാൽ എനിക്ക് ആ കാഴ്ച വളരെ താങ്ങാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു. നമുക്ക് കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് പോന്നാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞമ്മ കുറേ കുറ്റമൊക്കെ പറഞ്ഞു. വളരെ കരഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ വിഷമായി. അപ്പോൾ ഞാൻ തന്നെ ആ നിർബന്ധമായിട്ട് പറഞ്ഞ് നമുക്ക് ഇന്ന് തന്നെയാണ് പോകാം, ഇനിയിപ്പോൾ നാളെ കാലത്ത് വേണ്ടി വന്നാൽ വീണ്ടും പോവാം എന്ന് പറഞ്ഞ് പോകുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തേക്ക് നോർമലാണ് എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. അപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം, പല പ്രാവശ്യം അളിയന് വയ്യാതെ കിടന്നപ്പോൾ സംസാരിക്കാനൊന്നും കഴിവില്ലാതെ ഏതാനും ദിവസം മുൻപോട്ട് പോയി. അപ്പോൾ ആ സംസാരിക്കാൻ കഴിവുള്ള ദിവസങ്ങളിൽ ഒടുവിലായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ പോവുകയാണ്. പിന്നെയും പറയും കുറച്ചൊക്കെ കഴിയുമ്പോൾ, ഞാൻ പോവാണ് കേട്ടോ. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അതാണ് ഒരു അത്ഭുതം. അപ്പോൾ ഞാൻ DL മൂഡിയുടെ കാര്യം ഓർത്ത്, മൂഡി സാഹിബ് മരിക്കാൻ സമയത്ത് പറഞ്ഞ ഒരു വാക്ക്, ഞാൻ പോവുകയാണ്, ആരും എന്നെ കുറിച്ച് കരയണ്ട. അത് പറഞ്ഞപ്പോൾ ചില മക്കൾ കരയാൻ തുടങ്ങി. അപ്പോൾ താൻ വീണ്ടും പറഞ്ഞു, ഞാൻ പോകുന്നു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കാരണം ഇന്ന് എൻ്റെ കിരീടധാരണ ദിവസമാണ്, അതുകൊണ്ട് എനിക്ക് പോയേ മതിയാകും എന്ന് പറഞ്ഞു. കരയരുത് എന്ന് പറഞ്ഞു. അവർ പിന്നെ കരഞ്ഞില്ല എന്നാണ്. അപ്പോൾ അനേകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഭവങ്ങൾ നമ്മളിങ്ങനെ പറയാനായിട്ട് തുടങ്ങിയാൽ അതൊന്നും ഇവിടെ നിൽക്കുന്നതല്ല. ജോർജ് മുള്ളർ ഭാര്യ ആണ് ആദ്യം മരിച്ചത്. അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞത്, കർത്താവ് നല്ലവൻ, മതിയായവൻ, വിശ്വസ്തൻ, എനിക്ക് ഇനി ഭാര്യ വേണ്ട എന്ന് കർത്താവ് തീരുമാനിച്ചു, ആയിക്കോട്ടെ, കർത്താവിന്റെ തീരുമാനം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നന്മയ്ക്കായിട്ടല്ലാതെ ഒന്നും ചെയ്യുകയില്ല എന്ന ഒരു വിഷയത്തെക്കുറിച്ച് താൻ പിന്നീട് കാര്യമായിട്ട് പറയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്, കർത്താവ് നമ്മോട് ചെയ്യുന്നതും എല്ലാം നന്മയ്ക്കാണ് എന്ന് പറയുവാൻ, കരുതുവാൻ, ആ നിലയിൽ എടുക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞാൻ അനുസ്മരണം അധികം അങ്ങനെ പറയുന്നത് അളിയനെ തീരെ ഇഷ്ടമല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശവോടക്കത്തിന് അനുസ്മരണങ്ങളായിട്ട് ആരും ഒന്നും പറയേണ്ടതാണ്. അതുകൊണ്ട് ഇനി അനുസ്മരണങ്ങളില്ല. എല്ലാവരും വചനത്തിൽ നിന്ന് ചിലർക്ക് അല്പാൽപ്പം സംസാരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനുസ്മരണങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിൽ എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഇനി പറയുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വാക്യം വായിക്കുകയാണ്.